So that's our day one at Turkey, and this is the mosque that we have visited. It was a really beautiful mosque. നമ്മൾ വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലാണ്ടാണ് അവിടെ പോയത്. കണ്ടു, ഇഷ്ടപ്പെട്ടു, കയറി, ആൻഡ് വി ലവ്ഡ് ഇറ്റ്. മുന്നേ കണ്ട മോസ്ക് നമ്മുടെ ഹോട്ടലിനടുത്തുള്ളൊരു മോസ്ക് ആയിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ഇസ്താൻബുൾ സിറ്റിയിലേക്കാണ്. അവിടുത്തെ മോസ്കുകൾ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ട്രാമിൽ കയറി. അപ്പോൾ അതിൽ കയറിയപ്പോൾ ദാ ഇങ്ങനെ കടകളുടെ അടുത്തുകൂടെയാണ് ട്രാം പോകുന്നത്. അത് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എവിടെ ചെന്നാലും നമുക്ക് ഷോപ്പിംഗ് മുഖ്യമായതുകൊണ്ട് നമ്മളിങ്ങനെ പ്രൊഡക്ട്സ് എല്ലാം നോക്കി നമുക്കിനി ഒന്നും മേടിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. എല്ലാം ഒന്ന് തൊട്ടും തലോടിയും ഒന്ന് കാണുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതിവിടെ ഇങ്ങനെ കുറേ നല്ല LV ബാഗിൻ്റെ ഒക്കെ കുറേ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് കോപ്പീസ് ഉണ്ട്. ആൻഡ് ദെൻ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് മോസ്കിലെത്തി. ഇത് നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻസൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോസ്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിന് ശേഷവും നമ്മൾ പിന്നെയും കുറേ മോസ്കിലൊക്കെ കയറി, ബ്ലൂ മോസ്കിൽ കയറി. എല്ലാം നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു പീസ്ഫുൾ വൈബായിരുന്നു. പിന്നെ നമുക്ക് അങ്ങനെ വീഡിയോ, ഫോട്ടോ റെസ്ട്രിക്ഷൻ അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മൾ തലയിൽ തട്ടിടണം, ദാറ്റ്സ് ഓൺലി മാൻഡേറ്ററി തിങ് ദെയർ. പിന്നെ ഇതാ ഈ ഒരു ടർക്കിഷ് ഐസ്ക്രീം എക്സ്പീരിയൻസ്, അതും അടിപൊളിയായിരുന്നു. എക്സ്പീരിയൻസും കൊള്ളാം, ടേസ്റ്റും കൊള്ളാം. ആഫ്റ്റർ ദാറ്റ് വി എയ്റ്റ് ദിസ് ഡെലിഷ്യസ് ടർക്കിഷ് ഡോണർ. ആൻഡ് ദെൻ നമ്മൾ പോയത് ഗ്രാൻഡ് ബസാറിലാണ്. അവിടെയും ഒരുപാട് നല്ല LV ഗൂച്ചി ബാഗ്സിൻ്റെ ഫസ്റ്റ് കോപ്പി റെപ്ലിക്കാസ്, നല്ല അടിപൊളി ലൈറ്റ്സ്, അതുപോലെ തന്നെ സ്വീറ്റ്സ് ഒരുപാടുണ്ടായിരുന്നു. നമ്മളൊരു കടയിൽ കയറി കഴിക്കാൻ പറ്റുന്ന മാക്സിമം സ്വീറ്റ്സും അവിടെ നിന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ആൻഡ് ദെൻ നമ്മൾ നേരെ പോയത് നല്ലൊരു ടർക്കിഷ് ഹമാം ബാത്ത് എവിടെ കിട്ടുമെന്ന് അറിയാനാണ്. ആൻഡ് അതും നമുക്ക് കിട്ടി. പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് ഭയങ്കര ഒരു ഹറിബറി ഇതായിരുന്നു. കാരണം നമ്മൾ ഓൾറെഡി ക്രൂയിസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവിടെ എത്തണം എന്നുള്ള തിരക്കിൽ വീഡിയോ ഒന്നും എടുത്തില്ല. ബട്ട് ദ എക്സ്പീരിയൻസ് വാസ് റിയലി ഗുഡ്. മസ്റ്റ് ട്രൈ ആണ് ടർക്കിഷ് ഹമാം ബാത്ത്. എന്തായാലും നമ്മൾ ലൈഫിൽ ഒരിക്കലും ചെയ്തിരിക്കണം. അതൊരു വല്ലാത്ത ജാതിക്കുളിയായിരുന്നു. ആൻഡ് പിന്നെ നമ്മൾ ക്രൂയിസിലേക്കാണ് പോയത്. ക്രൂയിസും ഒന്നും പറയാനില്ല. ഒരു സൈഡിൽ നമുക്ക് യൂറോപ്പ് കാണാം, ഒരു സൈഡിൽ ഏഷ്യ കാണാം. പിന്നെ ആ കാണുന്ന ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് ബോസ്ഫറസ് ബ്രിഡ്ജാണ്. ബോസ്ഫറസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ടർക്കിയുടെ യൂറോപ്യൻ സൈഡിനെയും ഏഷ്യൻ സൈഡിനെയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. അങ്ങനെ കുറേ ബ്രിഡ്ജസ് ഉണ്ട് അവിടെ. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ സൈറ്റ്സ് ആയിരുന്നു. നമുക്ക് ഫുൾ ടർക്കിയിലെ പ്രധാനപ്പെട്ട കുറേ ബിൽഡിങ്സും ഒക്കെ ആ ഒരു ക്രൂയിസ് ജേർണിയിൽ നമ്മൾ കണ്ടു. പിന്നെ ഇതാ നമ്മളിപ്പോൾ കണ്ട ടവർ എന്ന് പറയുന്നത് ഗലാട്ട ടവറാണ്. ആൻഡ് ഗലാട്ട ടവറും കൂടെ കണ്ട് ഫുഡും കഴിച്ച് നമ്മൾ ഇന്നത്തെ ഡേ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ ഗൈസ്.